റസൂലില്ലാ സയ്യിദിന വഹബീബിന വഇമാമിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പലരും പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വഹ്യ് എന്നത്? എന്താണ് വഹ്യ്? എന്താണ് ബോധോദയം? ഈ വഹ്യ് എന്ന വാക്കിന് നമ്മൾ ബോധനം, വെളിപാട് എന്നൊക്കെയാണല്ലോ അർത്ഥം പറയാറുള്ളത്. മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ വഹ്യ് നിലച്ചു എന്നാണോ അർത്ഥം? ഇപ്പോൾ വഹ്യൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. വഹ്യ് നിലയ്ക്കുമ്പോൾ പ്രപഞ്ചമില്ലാതാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ കോശങ്ങളിലേക്ക് ലഭിക്കുന്ന വഹ്യാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. നാം ഒരു വസ്തു കാണുമ്പോൾ, നാം ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അത് നമ്മുടെ തലച്ചോറ് നമ്മുടെ കോശങ്ങളിലേക്ക് നൽകുന്ന നിരന്തരമായ വെളിപാടിൻ്റെ ബോധനത്തിൻ്റെ ബലത്തിലാണ്. ഇപ്പം നമ്മുടെ ശരീരമാണ് ഈ പ്രപഞ്ചം എന്ന് സങ്കല്പിക്കുക. നമ്മുടെ ശരീരം പോലെയാണ് ഈ പ്രപഞ്ചമെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നിരന്തരമായി പ്രപഞ്ചത്തിലെ ഓരോ കോശങ്ങളോടും സംവദിക്കുന്ന ഒരു സംവേദന രീതിശാസ്ത്രമുണ്ട്. അതാണ് വഹ്യ് എന്ന് പറയുന്നത്. അപ്പോൾ വഹ്യ് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരിലേക്കും ഉള്ളതാണ്. അപ്പോൾ വഹ്യ് ഒരിക്കലും നിലക്കാൻ പാടില്ല. വഹ്യ് നിലച്ചാൽ പിന്നെ ഈ സംവിധാനമാകെ തകർന്നു പോകും. നമ്മുടെ തലച്ചോറിൽ നിന്ന് കോശങ്ങളിലേക്കുള്ള സന്ദേശങ്ങളുടെ പ്രവാഹം നിലച്ചുപോയാൽ പിന്നെ നമുക്ക് ശരീരം കൊണ്ടൊരു കാര്യമില്ല, ചലിപ്പിക്കാൻ കഴിയില്ല. ഈ അനസ്തേഷ്യ നൽകുന്നത് കണ്ടിട്ടില്ലേ? അനസ്തേഷ്യ നൽകുക എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ നിന്ന് വരുന്ന ആ മെസ്സേജുകളെ തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മയക്കുമരുന്നിലൂടെ സാധിക്കുന്നതും അതാണ്. മദ്യത്തിലൂടെയും ഒരു പരിധിവരെ സാധിക്കുന്നത് അതാണ്. ആ സന്ദേശങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. അതോടുകൂടി നാം ഒരു ഭ്രമലോകത്തകപ്പെടുകയും നമുക്ക് ഈ യാഥാർത്ഥ്യബോധമില്ലാത്തവരായി തീരുകയും നാം നമ്മുടെ ശരീരത്തെ തന്നെ വിസ്മരിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വഹ്യ് ഇല്ലാതാകുമ്പോൾ എല്ലാ വ്യവസ്ഥകളും താറുമാറാവുകയും അവതാളത്തിലാവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും വഹ്യ് ഉണ്ടായിരിക്കണം, വഹ്യ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ചർച്ചാ വിഷയം ആയിട്ടുള്ള വഹ്യ് ആ വഹ്യിനെ കുറിച്ചല്ല, മറിച്ച് ഈ പ്രവാചകന്മാരിലൊക്കെ ഉണ്ടായിട്ടുള്ള വഹ്യ് ഉണ്ടല്ലോ. ബുദ്ധനിലുണ്ടായിട്ടുള്ള, മുഹമ്മദിലുണ്ടായിട്ടുള്ള, യേശുവിലുണ്ടായിട്ടുള്ള, മോസസിലുണ്ടായിട്ടുള്ള വഹ്യ്. ഈ വഹ്യ് എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത്. അത് ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് അത് ആർജിച്ചെടുക്കുന്നതാണ് എന്നാണ്. നമ്മൾ വളരെ ശ്രമപ്പെട്ട് പണിപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ബോധോദയം എന്നാണ്. അങ്ങനെ ആർജിച്ചാൽ കിട്ടുന്നതല്ല. ആർജിച്ചാൽ നമ്മൾ വഹ്യിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. നമുക്ക് അറിവ് വർദ്ധിക്കും തോറും നമുക്ക് വഹ്യിൽ നിന്നുള്ള അകലം കൂടിക്കൊണ്ടിരിക്കും. നാം വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, കൂടുതൽ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, കൂടുതൽ നാം അന്വേഷിച്ചറിയുമ്പോൾ നമുക്ക് വഹ്യിൽ നിന്നുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നാം അറിവിൻ്റെ അടിമകളായിത്തീരുന്നു എന്നുള്ളതാണ്, ധാരണകളുടെ അടിമകളായിത്തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ ധാരണകളിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുക, നമ്മുടെ അറിവിലിരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുക. അറിവിലിരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്നത് വളരെ പരിമിതവും അപകടകരവുമായിരിക്കും. അതാണ് ഓഷോയും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം. എന്താണെന്ന് ചോദിച്ചാൽ, ഓഷോ പുസ്തകം വായിച്ചിട്ടാണ് പറയുന്നത്, മുഹമ്മദ് പുസ്തകം വായിക്കാതെയാണ് പറയുന്നത് എന്നതാണ് ആ വ്യത്യാസം. ഓഷോയും ഗുരുവും തമ്മിലുള്ള വ്യത്യാസവും അങ്ങനെയാണ്. ഓഷോ 1,00,000-ലധികം പുസ്തകങ്ങൾ വായിച്ചയാളാണ്, ഗുരു ഒരു പുസ്തകവും വായിക്കാത്തയാളാണ്. ഈ വ്യത്യാസമാണ് വെളിപാടും ആർജിത ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആർജിച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് വലിയ പണ്ഡിതനാകാം,
ഒരുപാട് അധ്യാപകരോടോ ഗുരുക്കന്മാരെന്ന് പറയുന്നവരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഒരു വഹീൻ്റെ ബോധോദയത്തിൻ്റെ അടുത്തെത്താൻ കഴിയില്ല. കാരണം അത് ആർജിതമായ ഒരു സംഗതിയല്ല. ഈ അറിവെന്ന് പറയുന്നത് വലിയ അപകടമാണെന്ന് പറയുന്നത്, അറിവ് നമുക്കുണ്ടായിപ്പോയാൽ പിന്നെ അത് ഒഴിവാക്കാൻ വലിയ പ്രയാസമാണ് എന്നുള്ളതാണ്. ഇത് ക്യാൻസർ പോലെയാണ്, അതവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി കിടക്കും. അതുകൊണ്ട് അറിവിൽ നിന്നുള്ള മുക്തി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആനുഭൂതികമായ ഒരു തലത്തിലെത്തുക അസാധ്യമാണ്. നിങ്ങൾ കുറേ അറിവും കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വഹ്യ് വളരെ അകലെയായിരിക്കും എന്നർത്ഥം. ഇത് വലിയൊരു പ്രശ്നമാണ്. ജിബ്രീൽ വരുമ്പോൾ ജിബ്രീലിനോട് തർക്കിക്കാനാണ് ഈ അറിവുള്ളവർ നിൽക്കുക. അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല, ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റിന്റെ ഫസ്റ്റ് സെന്റൻസ്. അങ്ങനെയല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നാം ജിബ്രീലിനോട് തർക്കിക്കാൻ നിൽക്കും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എന്ത് വായിക്കാനാണ് എന്ന് മുഹമ്മദ് തിരിച്ചു ചോദിക്കാതിരുന്നത് മുഹമ്മദിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രവാചകനാകാൻ കഴിയൂ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലോകത്തിന്റെ ഗുരുവാകാൻ കഴിയൂ, അങ്ങനെയുള്ളവർക്ക് പ്രകാശമായി തീരാൻ കഴിയൂ. നമുക്കൊന്നും ഒരിക്കലും അത് സാധിക്കാത്തത് നമ്മൾക്കൊക്കെ കുറച്ച് വിവരങ്ങൾ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ആർഗ്യുമെന്റിലേക്ക് കിടക്കും. അങ്ങനെയല്ല എന്ന് പറയും, അല്ലെങ്കിൽ അതല്ല എന്ന് പറയും. ഇത് വലിയ ഒരു അപകടമാണ്. അപ്പോൾ എപ്പോഴും വഹ്യ് എന്നത് ആർജിതമായ ഒരനുഭവമല്ല എന്നും, അതുപോലെ ഘട്ടം ഘട്ടമായുള്ള വളർച്ചയുമല്ല. മുഹമ്മദ് 1-ാം ക്ലാസ്സിൽ പഠിച്ച് 2-ാം ക്ലാസ്സിൽ പഠിച്ച് 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് വഹ്യ് കിട്ടുന്ന ആളല്ല. അത് പെട്ടെന്നുണ്ടായിത്തീരുന്നതാണ്, പെട്ടെന്നുണ്ടായിത്തീരുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു തീയിൽപ്പെട്ടതുപോലെ ഉള്ള ഒരവസ്ഥയാണത്. പെട്ടെന്നങ്ങ് ഉണ്ടായിത്തീരുന്നതിനാണ് വെളിപാട് എന്ന് പറയുന്നത്. ബുദ്ധന് ബോധോദയം ഉണ്ടായത് ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് പെട്ടെന്നാണ്. മോസസിനുണ്ടായതും പെട്ടെന്നാണ്. വിചാരിച്ചില്ല, അദ്ദേഹം ഒരു വഴിക്ക് പോവായിരുന്നു, പെട്ടെന്ന് ബോധോദയം ഉണ്ടായി, അദ്ദേഹം പ്രവാചകനായി തീർന്നു. മുഹമ്മദ് ഒരു സമാധാനം തേടിയിട്ട് ഹിറാ ഗുഹയിലേക്ക് പോയതാണ്, അദ്ദേഹം അവിടുന്ന് പ്രവാചകനായിട്ടാണ് തിരിച്ചു വരുന്നത്. മരുത്താമലയിൽ പോയ നാരായണ ഗുരുവായി തിരിച്ചു വരുന്നതും അങ്ങനെയാണ്. അപ്പൊ ഇത് പെട്ടെന്നുള്ള ഒരു സംഭവിക്കലാണ്, ആയിത്തീരലാണ്. ആരും ആക്കി തീർക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആയി തീരാൻ വേണ്ടി തപസ്സിരിക്കുന്നതോ ഒന്നുമല്ല. 1000 കൊല്ലം തപസ്സിരുന്നാലും ഈ പുസ്തകം വായിച്ച ആൾക്ക്, അറിവുള്ളയാൾക്ക് ഒരിക്കലും പ്രവാചകനാകാനോ അല്ലെങ്കിൽ വെളിപാടിൻ്റെ സ്വീകരണീയായി തീരാനോ സാധ്യമല്ല എന്നുള്ളതാണ്. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. നമുക്ക് എപ്പോഴും ഈ മനുഷ്യൻ അറിഞ്ഞതിൻ്റെ തടവറയിലാണ് എന്ന് പറയാറുണ്ടല്ലോ. അറിഞ്ഞതിൻ്റെ തടവറയിലാണ് മനുഷ്യൻ. ചെറിയ ചെറിയ ചില വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിടന്നിങ്ങനെ തർക്കിക്കാനും ഭീകരമായ ചോദ്യങ്ങൾ ചോദിക്കാനും എന്നിട്ട് അപരനെ തോൽപ്പിക്കാനും തൻ്റേതാണ് ശരിയെന്ന് സമർത്ഥിക്കാനും ഒക്കെയുള്ള ഉള്ളിലുള്ള ഒരു തരം അഹങ്കാരപരമായ ഈഗോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യൻ അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് സ്വീകരണീയായി തീരുമ്പോൾ, വഹീന്റെ സ്വീകരണീയായി തീരുമ്പോൾ അവർ തർക്കത്തിൽ നിന്ന് അവർ മുക്തരായിരിക്കും. എന്താണോ വന്നു കിട്ടുന്ന വെളിപാട് അതനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ നാവ് പോലും ആ ഒരു വർത്തമാനത്തിന്റെ ആ ഒരു വെളിപാടിന്റെ ജിഹ്വയായി മാറും എന്നുള്ളതാണ്. അങ്ങനെയായി തീരുക എന്നുള്ളതാണ് ബോധോദയത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ സംസാരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് നമ്മൾ വായിച്ചതോ കേട്ടതോ പഠിച്ചതോ ആയിട്ടുള്ള സംഗതികളിലാണ്. നമ്മൾ വിചാരിക്കും എനിക്ക് എന്തൊക്കെയോ ബോധോദയം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ അറിവിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മൾ പരിമിതമായ, നമ്മുടെ വളരെ ചുരുങ്ങിയ ആർജിതമായ അറിവിൽ നിന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പോലും ഉണ്ടാകുന്നത്. അത് ആ ബോധോദയമല്ല. സാധാരണ ഈ ബോധോദയത്തെ തിരിച്ചറിയാനും കഴിയണം. ബുദ്ധന് എനിക്കുണ്ടായത് ബോധോദയമാണ് എന്ന തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. മുഹമ്മദിന് ആ തിരിച്ചറിവ് ഉണ്ടായില്ല എന്നാണ് ഹദീസിന്റെ ആളുകൾ എഴുതി വെച്ചത്. മുഹമ്മദിന് ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിബ്രീൽ
വന്നപ്പോൾ, ഞാൻ ഈ ജിബ്രീലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഖുത്ബയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു അപര വ്യക്തിത്വമല്ല, അത് ഉള്ളിൽ നിന്ന് ഉണരുന്ന ഒരു ബോധത്തിൻ്റെ പേരാണ് ജിബ്രീൽ എന്ന് പറയുന്നത്. അങ്ങനെ ജിബ്രീൽ വന്ന് ഇഖ്റ പറഞ്ഞു കൊടുത്തിട്ട് മുഹമ്മദ് തിരിച്ചിറങ്ങി വന്നിട്ട് ഖദീജ ബീവി കൂട്ടിയിട്ട് നൗഫലിൻ്റെ അടുത്ത് പോയി. അപ്പോഴാണ് ഞാൻ പ്രവാചകനാണെന്ന തിരിച്ചറിവ് മുഹമ്മദിനുണ്ടായതെന്നാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് പ്രവാചകനെ അല്ല. കാരണം മറ്റൊരാൾ പറഞ്ഞു കൊടുത്തിട്ട് തിരിയേണ്ട ഒരാളല്ല മുഹമ്മദ്. മുഹമ്മദിന് സ്വയം ഉണ്ടാകേണ്ടുന്ന ഉണർവിൻ്റെ പേരാണ് പ്രവാചകത്വം. അല്ലാതെ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഖദീജ ബീവി കൂട്ടിപ്പോയിട്ട് നീ പ്രവാചകനാണ്, ഓഹോ എങ്കിൽ ശരി ഞാൻ പ്രവാചകനാണെന്ന് പറയേണ്ട ഒരു സാധുവല്ല മുഹമ്മദ്. ഞാൻ പ്രവാചകനാണ് എന്ന് ഉച്ചസ്ഥിരം ലോകത്തോട് ഉദ്ഘോഷിക്കുന്ന ഒരു വെളിച്ചത്തിൻ്റെ പേരാണ് മുഹമ്മദ്. ഇത് തിരിച്ചറിയാതാകുമ്പോഴാണ് നമുക്ക് വറക്കത്തിനെ, നിങ്ങൾ നോക്കൂ, മറ്റു പ്രവാചകന്മാർക്കാർക്ക് അതുണ്ടായില്ല. മൂസാ നബിക്ക് തൂരിസിനാ പർവ്വതത്തിൽ വെച്ച് ബോധോദയം ഉണ്ടായി. ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. മൂസാ നബിയോട് പറഞ്ഞു, ഞാൻ അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സംസാരിക്കുകയാണ്. ഇന്നനി അനല്ലാഹു, ഞാൻ അല്ലാഹുവാണ്. ഇത് പുറമേ നിന്ന് കേൾക്കുന്ന ഒരു അശരീരിയല്ല കേട്ടോ. നമ്മൾ വിചാരിക്കാതാണ്, നമ്മൾ ഈ കാതുകൊണ്ട് കേൾക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാൻ കഴിയുള്ളൂ. അപ്പം ഇന്നനി അനല്ലാഹു എന്ന് പറയുന്നത് ദിഗന്ധങ്ങളിൽ നിന്ന് എവിടെയോ മുഴങ്ങുന്ന ഒരു ശബ്ദമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ആ ശബ്ദം മുഴങ്ങുന്നത് മൂസ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഉള്ളിലാണ്. ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം മുഴങ്ങുന്നത്. അതൊരു ശബ്ദമല്ല, അതൊരു ബോധമാണ്. ഇന്നനി അല്ലാഹു, ഞാൻ അല്ലാഹുവാണ്. അങ്ങനെ ഉള്ളിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദത്തിന് കാതോർത്തവരാണ് പ്രവാചകന്മാർ. നാം പുറമേ നിന്ന് മുഴങ്ങുന്ന ശബ്ദത്തിന് കാതോർക്കുന്നവരാണ്. ഇതാണ് വ്യത്യാസം. നമ്മൾ പുറമേയുള്ള അറിവിന് കാത്തു നിൽക്കുന്നവരാണ്. പ്രവാചകന്മാർ അകമേ ഉണരുന്ന ബോധത്തിന് കാത്തു നിൽക്കുന്നവരാണ്. ഇത് നാം പുറമെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുന്ന സൂര്യന്റെ വെളിച്ചത്തിന് വേണ്ടി നാം കാതോർത്തിരിക്കുമ്പോൾ ഉള്ളിലുദിക്കുന്ന സൂര്യനെ പ്രണയിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ ജീവിക്കുന്നത്. ഇത് വലിയ വ്യത്യാസമാണ്. അങ്ങനെ മൂസയ്ക്ക് ഈ ബോധനം കിട്ടി. ബോധനം കിട്ടിയപ്പോൾ മൂസ യോട് അള്ളാഹു പറഞ്ഞത് ഫഖ്ലഅന അലൈക, നീ ചെരുപ്പഴിച്ചു വെക്കാൻ പറഞ്ഞു. ഏത് ചെരുപ്പ് അഴിച്ചു വെക്കേണ്ടത്? നമ്മൾ വിചാരിക്കും കാലിൽ അണിഞ്ഞ പാതുകമാണെന്ന്. കാലിൽ അണിഞ്ഞ പാതുകമല്ല, നമ്മുടെ മനസ്സിലണിഞ്ഞ പാതുകമുണ്ട്. നീ മദ്രസയിൽ പഠിച്ചത്, നീ ദർസിൽ പഠിച്ചത്, നീ കോളേജിൽ പഠിച്ചത്, നീ പുസ്തകം വായിച്ച് പഠിച്ചത്, നീ ക്ലാസ്സിൽ പോയി പഠിച്ചത്, നീ കൂട്ടുകാരിൽ നിന്ന് പഠിച്ചത്, മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചത്, നിന്റെ ചുറ്റുഭാഗത്തു നിന്ന് പഠിച്ചത്, സകല ചെരുപ്പുകൾ അഴിച്ചു വെക്കാനാണ് പറഞ്ഞത്. ഫഖ്ലഅന അലൈക, നിന്റെ ചെരുപ്പഴിച്ചു വെക്കുക. നിന്റെ ചെരുപ്പഴിച്ചു വെക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ധാരണകളുടെ, അറിവിൻ്റെ എല്ലാ മൂടുപടങ്ങളും അഴിച്ചു വെക്കാനാണ്. ഇതാണ് വലിയ പ്രശ്നമായിരിക്കുന്നത്. നമ്മുടെ അറിവിലിരുന്നു കൊണ്ട് നാം ഒരു കാര്യത്തെ കേൾക്കുമ്പോൾ, നമ്മുടെ അറിവിലിരുന്നു കൊണ്ട് ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ, നാം നമ്മുടെ പഴയ ധാരണയിൽ മൂടുറച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വേരുകൾ ആഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നാം ഒരിക്കലും പുതുതാകുന്നില്ല. നാം ഒരിക്കലും നവീകരിക്കപ്പെടുന്നില്ല. നാം ഒരിക്കലും പുതിയ ആളായിത്തീരുന്നില്ല. നമ്മുടെ ഉള്ളിൽ ബോധോദയം ഉണ്ടാകുന്നില്ല. ഞാനെന്ന ഭാവം ഉറച്ചുറച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നിരക്ഷരനാണ് എന്ന് ചിലരൊക്കെ പറയുന്നത്. ആ നിരക്ഷരത എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരതയല്ല, മുഹമ്മദിന് ബാഹ്യമായ അറിവുകളുടെ ഭാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മുഹമ്മദ് ഒരു പൂമ്പാറ്റയെ പോലെയായിരുന്നു. ഒരു ഭാരവും ഇല്ലാതെ പറന്നു നടക്കാൻ കഴിയുന്ന ഒരു പൂമ്പാറ്റ, അറിവിൻ്റെ ഭാരമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ജിബ്രീൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും തർക്കിക്കേണ്ടി വന്നില്ല. മൂസാ നബിയോട് അള്ളാഹ് പറയേണ്ടി വന്നു ഫഖ്ലഅന അലൈക. അത് ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ അറിവുണ്ട്. കൊട്ടാരത്തിൽ വളർന്ന കുട്ടിയാണ്. കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ അറിവുണ്ട്, ഉമ്മയിൽ നിന്ന് കിട്ടിയ അറിവുണ്ട്, അതുപോലെ സമൂഹത്തിൽ നിന്ന് കിട്ടിയ അറിവുണ്ട്, ആട് മേയ്ക്കാൻ പോയിടത്തു നിന്ന് ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവുണ്ട്. ആ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് ഈ പർവ്വതത്തിലേക്ക് കയറി വരുമെന്നാണ്. ബോധോദയം എന്നതൊരു പർവ്വതമാണ്. അതാണ് ഹിറാ ഗുഹയായി, തൂർ പർവ്വതമായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ തെളിയുന്നത്. ആ പർവ്വതത്തിലേക്ക് കയറണമെങ്കിൽ നിങ്ങളുടെ സകല പാതുകങ്ങളും അഴിച്ചു വെക്കണം. ഇന്നേ വരെ നിങ്ങൾ ശീലിച്ചിട്ടുള്ള എല്ലാ അറിവുകളിൽ നിന്നും നിങ്ങൾ മുക്തരാകണം, ശുദ്ധശൂന്യരാകണം. ഈ ശൂന്യതയാണ് ഗുരുക്കന്മാർ ആവശ്യപ്പെടുന്നത്. ഈ ശൂന്യതയാണ് ബോധോദയത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ശൂന്യത. അതിനാണ് തപസ്.
പ്രവാചകന്മാരെല്ലാവരും തപസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഇരിക്കണം. അല്ല, വെള്ളമല്ല അവർ ഉപേക്ഷിക്കുന്നത്. അവർ വെള്ളം കുടിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷെ അവർ ഉപേക്ഷിക്കുന്നത് ഒന്നൊന്നായി സർപ്പം അതിൻ്റെ ഉറ അഴിക്കുന്നത് പോലെ അവരുടെ ഉള്ളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് അറിവുകൾ ഇങ്ങനെ നിഷ്കാസനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരും മഹാഋഷിമാരും മഹർഷിമാരും ഒക്കെ തപസ് ചെയ്തു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നവർ ഒറ്റക്കാലിൽ പോയിരുന്നു, അല്ലെങ്കിൽ അവർ അന്നപാനാദികൾ ഉപേക്ഷിച്ച് കാട്ടുകനികൾ ഭക്ഷിച്ചിരുന്നു എന്നൊന്നുമല്ല. മറിച്ച് അവരൊക്കെയും അവരുടെ അറിവ് ഉപേക്ഷിക്കുന്ന തിരക്കിലായിരുന്നു. അറിവ് ഉപേക്ഷിക്കുക, പഠിച്ചത് ഉപേക്ഷിക്കുക, അൺലേൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ അറിവ് വലിയ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തടവറയിൽപ്പെട്ടവരാണ്. മുജാഹിദുകൾ അവരുടെ തടവറയിൽ, ജമാഅത്തുകാർ അവരുടെ തടവറയിൽ, സുന്നികൾ അവരുടെ തടവറയിൽ. ഓരോരുത്തരും തടവറകൾ തീർത്ത് അതിനുള്ളിൽ അത് സ്വർഗമെന്ന് വിചാരിച്ച് കഴിയുകയാണ്. ഹിന്ദുക്കൾ അതുപോലെ, ഹിന്ദുക്കളാണെങ്കിൽ ഒരു ഈഴവരും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ പറഞ്ഞ് പലതുമായി അവർ തന്നെ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആൾക്കാരായി, ദയാനന്ദ സരസ്വതിയുടെ ആൾക്കാരായി, നാരായണ ഗുരുവിന്റെ ആൾക്കാരായി പലതായി പിരിഞ്ഞ് എല്ലാവരും തീർത്ത തടവറക്കുള്ളിൽ അങ്ങനെ കഴിയുകയാണ്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്നാണ്. ഓരോരുത്തരും അവരവരുടെ തടവറകളെ സ്വർഗമെന്ന് വിചാരിച്ച് കഴിയുന്നവരാണ്. അതിനാണ് തപസ് വേണം. ഈ തപസ് എന്ന് പറയുന്നത് പഠിച്ചതിനെ ഒഴിവാക്കാനുള്ള തീവ്രമായ ശ്രമമാണ്. ഇത് നോവാണ്, വലിയ നോവുള്ള ഒരു സംഗതിയാണ്. അൺലേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചത് ഒഴിവാക്കാതെ നിങ്ങൾക്ക് പുതിയതൊന്നും പഠിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് ഒഴിവാക്കാതെ നിങ്ങൾക്ക് പുതിയതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഒരുപാട് കഥകളുടെ അടിമകളാണ് നാം ഓരോരുത്തരും, മതപരമായ കഥകളുടെ. ആ കഥകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളക്കുകയാണ്, പുഴുപോലെ ഇങ്ങനെ നൊരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥകളിലാണ് നമ്മൾ ഓരോന്നും കേൾക്കുന്നത്. സ്വർഗത്തെക്കുറിച്ച് കഥകൾ, ഹൂർലിങ്ങളെ കുറിച്ച് കഥകൾ, നരകത്തെക്കുറിച്ച് കഥകൾ. എന്നിട്ടൊരു മൗലവി പുതിയ എന്തെങ്കിലും പറയുമ്പോൾ ആ കഥകളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേൾക്കുന്നതും കൂടി മലിനമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെളിപാട് വേണമെങ്കിൽ, നമുക്ക് ബോധോദയം വേണമെങ്കിൽ, നമുക്കൊരു ബുദ്ധനാകണമെങ്കിൽ നാം ശൂന്യരായിരിക്കണം, ശുദ്ധശൂന്യരായിരിക്കണം. എല്ലാം ഉപേക്ഷിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. അറിവില്ലാത്തവരായി തീരണം. അറിവില്ലായ്മ എന്നുള്ളത് ഒരു മോശം സംഗതിയല്ല, അതൊരു വലിയ മഹത്തായ സംഗതിയാണ്. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അജ്ഞതയെ വരിക്കലല്ല. അജ്ഞതയെ വരിക്കുക എന്നത് ഒരു അറിവില്ലായ്മയാണ്, അത് അപകടമാണ്. പക്ഷേ എല്ലാ അറിവുകളിൽ നിന്നും മുക്തരാവുക എന്ന് പറയുന്ന ഒരു അറിവില്ലായ്മയുണ്ട്. അത് ഭാരരഹിതമായൊരവസ്ഥയാണ്. ഈ അവസ്ഥ നാം പുൽകണം. നാം തർക്കികരാണ്. ഇപ്പം നിങ്ങളൊരു മതക്കാരനോട് സംസാരിച്ച് നോക്കൂ, അയാൾ നിങ്ങളോട് തർക്കത്തിന് വരും. അയാൾ പെട്ടെന്ന് ക്ഷുഭിതനാകും. എന്നിട്ട് അയാൾ നിങ്ങളെ കൊല്ലാൻ വരും. ഇങ്ങനെയാണ് അത് ഏത് മതക്കാരനാണെങ്കിലും. കാരണം അയാൾ അറിവിൻ്റെ തടവറയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് ക്ഷോഭം ഉണ്ടാകുന്നത്, ദേഷ്യം ഉണ്ടാകുന്നത്, തർക്കം ഉണ്ടാകുന്നത്. അപ്പോൾ നാം ശൂന്യരാവുകയും ശുദ്ധമായ ജ്ഞാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തപസ്സിലായിത്തീരുന്നു. ആ തപസ്സിൽ നിന്നാണ് ജിബ്രീൽ വരുന്നത്, വെളിപാടുണ്ടാകുന്നത്, ബോധോദയം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ബുദ്ധൻ പറക്കുന്നത്. ഒരു ബുദ്ധനും സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടില്ല. സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ മോശമാണെന്നുള്ള സംഗതിയല്ല. പക്ഷെ സ്കൂളിൽ പോയിട്ട് ഒരു ബുദ്ധനും ബോധോദയം ഉണ്ടായിട്ടില്ല. ഒരു മുഹമ്മദിനും സ്കൂളിൽ പോയിട്ട് നുബുവത്ത് കിട്ടിയിട്ടില്ല. അവരുടെ ശുദ്ധമായ മാനസികാവസ്ഥയിലാണ് അവർക്ക് ആ വഹീന്റെ വെളിച്ചം വന്നണഞ്ഞത്. അപ്പോൾ നാം ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകണം, അറിവുകളിൽ നിന്ന് മുക്തരാകണം. എന്നിട്ട് ഈ ശുദ്ധമായ ജ്ഞാനത്തെ ഉപാസിച്ച് അതും നമ്മളും ഒന്നായി തീരുമ്പോൾ തർക്കമില്ലാതെ വരുന്ന ആ വെളിപാടിൻ്റെ സ്വീകരണിയായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കും ബുദ്ധനാകാം, നമുക്കും മുഹമ്മദാകാം, നമുക്കും മോസസാകാം, അബ്രഹാമാകാം, യേശുവാകാം, നമുക്കും നാരായണ ഗുരുവാകാം, രമണ മഹർഷിയാകാം, നമുക്കും അങ്ങനെ പലതുമാകാം. ഇതൊന്നും എവിടെയോ ഏതോ ചരിത്രസന്ധിയിൽ ഇല്ലാതെ പോയ, ഇട്ടേച്ചു പോയ, അവസാനിച്ചു പോയ ഒരു സംഗതിയല്ല. അത് ഈ പ്രപഞ്ചത്തിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയുടെ പേരാണ്. ഇവിടെ നമ്മളെ പുരോഹിതന്മാർ പറ്റിക്കുകയാണ്. നമ്മുടെ മൗലവിമാരും മുസ്ലിയാക്കന്മാരും അച്ഛന്മാരും പൂജാരിമാരും ഒക്കെ നിരന്തരമായി മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിലാണ് അറിവുള്ളത് എന്ന് പറഞ്ഞിട്ട്. ആരുടെ കയ്യിലും ഒരു അറിവുമില്ല. അവരുടെ കൈകളിലൊക്കെ ഉള്ളത് ധാരണകളാണ്, ഊഹങ്ങളാണ്, നിഗമനങ്ങളാണ്. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്, ദൈവത്തെ സംബന്ധിച്ച് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന എല്ലാ പറച്ചിലും തെറ്റാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ആർക്കും കഴിയില്ല. എല്ലാ വാക്കുകൾക്കും ഉപരിയാണ് അവൻ.
എല്ലാ വാക്കുകൾക്കും ഉപരിയാണ് അവൻ. ഞാൻ ഈ പറയുന്നത് പോലും അള്ളാഹുവിനെ കുറിച്ചല്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. ഭാഷയിലെ ഒരു വാക്കും മതിയാവില്ല. വാക്കുകൾക്കുപരിയായവനാണല്ലോ പടച്ചാമ്പുരാൻ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിലെ തട്ടിപ്പിന്റെ ആരംഭമാണത്. ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം, പറയാൻ കഴിയില്ല. ഞാൻ മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം, പക്ഷേ മറ്റൊരാൾ പറയുന്നു നോക്കുക, ഞാൻ നിങ്ങളെ അള്ളാഹു ആക്കിത്തരാം എന്ന് പറഞ്ഞാൽ അത് അല്പം സത്യമുണ്ട്. കാരണം പരസ്പരമാകുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒരു മഹാസത്യത്തിന്റെ പേരാണ് ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുഹമ്മദ് ആകാൻ കഴിയും, മുഹമ്മദിനെ കുറിച്ചൊന്നും അറിയാൻ കഴിയില്ല. കാരണം മുഹമ്മദ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തെക്കുറിച്ച് എന്തറിയാൻ കഴിയും? കണ്ണ് തുറന്ന് കാണുകയല്ലാതെ പഠിക്കാൻ കഴിയാത്തൊരു പ്രതിഭാസത്തിന്റെ പേരാണ് മുഹമ്മദ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അറിവിലല്ല നാം പ്രവാചകനെ മനസ്സിലാക്കേണ്ടത്. കേട്ട കഥകളിലുമല്ല, കെട്ടുകഥകളിലുമല്ല, മറിച്ച് അത് ഒരു ആനുഭൂതികമായി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയെ നാം പുൽകുമ്പോഴാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. വഹീനെ കുറിച്ച് ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാം പ്രവാചകന്റേതായിട്ട്. ഈ ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതീകമായി ഞാൻ ജിബ്രീലിനെ കണ്ടു. മുഹമ്മദ് നബി ഒരിക്കൽ പറഞ്ഞു, ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതീകമായി ജിബ്രീലിനെ ഞാൻ കണ്ടു. അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ പോയത് ജിബ്രീലിന്റെ ചിറകുകൾക്ക് എത്ര എണ്ണം ഉണ്ട് നോക്കിയിട്ടാണ്. അങ്ങനെ ജിബ്രീലിന്റെ ചിറകുകൾ 800 ആണോ 1000 ആണോ 1600 ആണോ എന്ന് ജിബ്രീലിന്റെ ചിറകെണ്ണാൻ പോയി. യഥാർത്ഥത്തിൽ ഈ മഹാപ്രപഞ്ചം മുഴുവൻ വിരിഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ചാണ് മുഹമ്മദ് നബി സംസാരിക്കുന്നത്. ഇവരോ അപരനായി നിൽക്കുന്ന ഒരു ജിബ്രീലിനെ കുറിച്ചാണ് ഈ പുരോഹിതന്മാർ സംസാരിക്കുന്നത്. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, മണികിലുങ്ങുന്നത് പോലെ തോന്നും. മണികിലുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമാണ്, ഉള്ളിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം. ആ ശബ്ദത്തെ തുടർന്നാണ് വഹി ഇങ്ങനെ ഒരു പ്രവാഹം പോലെ വരുന്നത്. അത് ഉള്ളിലാണ്. അതുകൊണ്ട് കൂടെ ഉള്ളവർക്ക് അനുഭവപ്പെടാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയാണത്. നിങ്ങൾ രണ്ടാൾക്കാർ ഒരു ബെഡിൽ കിടന്നുറങ്ങുന്നു, ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന ഒരാൾ ആന പിറകിൽ ഓടുന്നത് കാണുന്നു. അയാൾ ഓടി തളരുന്നു, വിയർക്കുന്നു, വീഴുന്നു, അലറി വിളിക്കുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ഒന്നും അറിയുന്നില്ല, അയാൾ സുഖമായിട്ട് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. സ്വപ്നം നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമാണ്, നിങ്ങളുടെ മാത്രം അനുഭവമാണ്. അത് മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പറഞ്ഞിട്ട് ഉറക്കമുണർന്നാൽ പറയാം, അനുഭവത്തിൽ ഷെയർ ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ തൊട്ടുറങ്ങുന്നയാളും നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടാകാം, പക്ഷെ അയാളത് അറിയുന്നില്ല. തൊട്ട് കിടക്കുന്നയാളും നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു കഥാപാത്രമായിട്ടുണ്ടാകാം, അയാളത് അറിയുന്നില്ല. ഇതിന്റെ തീവ്രമായൊരവസ്ഥയ്ക്കാണ് വഹി എന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദ് നബിയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾ മുഹമ്മദ് നബിക്ക് വഹി ഇറങ്ങുമ്പോൾ അവരറിയുന്നില്ല. അത് ഉള്ളിലുണരുന്ന ഒരു ബോധമാണ്, ഒരു പ്രകാശമാണ്, ഒരു അഗ്നിയാണ്. അതിന് കടുത്ത താപമുണ്ട്. നാം കാണുന്ന സ്വപ്നത്തിന് നമ്മെ ക്ഷീണിപ്പിക്കാനും നമ്മെ ചിരിപ്പിക്കാനും നമ്മെ സ്ഖലിപ്പിക്കാനും നമ്മെ സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന്റെ 1000 മടങ്ങ് ശക്തിയുള്ള ബോധത്തിന് വെളിപാടിന് എത്രമേൽ തീക്ഷ്ണത ഉണ്ടാകും, എത്രമേൽ താപമുണ്ടാകും അതിന്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോ സ്വപ്നം പോലെ അതേക്കാൾ 1000 മടങ്ങ് 10 മടങ്ങ് തീക്ഷ്ണതയിൽ ഒരു മനുഷ്യന്റെ ഉള്ളിലുണരുന്ന ബോധമാണ് വെളിപാടെന്ന് പറയുന്നത്. ഇത് ഇരന്നു വാങ്ങുന്നതല്ല, കാത്തിരുന്ന് കിട്ടുന്നതുമല്ല, ആർജിക്കാൻ സാധിക്കുന്നതുമല്ല, പടവുകളായി എത്തിച്ചേരുന്നതുമല്ല. അത് ഒരു മരത്തിൽ കാവിരിയുന്നത് പോലെ, ഒരു ചെടിയിൽ പൂവിരിയുന്നത് പോലെ ഒരു ശുദ്ധ മനസ്സിൽ ഉണരുന്ന ഒരു വികാരത്തിന്റെ പേരാണ് ബോധോദയം എന്ന് പറയുന്നത്. എനിക്ക് ബോധോദയം ഉണ്ടാകണമെന്ന് കരുതി നമ്മൾ കുറെ കാലം തപസ് ചെയ്താൽ കിട്ടൂല. നാരായണഗുരു മരുത്താമലയിൽ പോയിരുന്നു. അത് ബോധോദയത്തിന് വേണ്ടിയായിരുന്നില്ല, ആത്മസംതൃപ്തിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വെളിപാടുണ്ടായി. ബുദ്ധൻ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. അത് എനിക്ക് ബോധോദയം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടല്ല, ആഗ്രഹിച്ചാൽ കിട്ടുന്നതല്ല. പ്രകൃതി മനസ്സും ബുദ്ധന്റെ മനസ്സും ഒന്നായി തീർന്നപ്പോൾ അവിടേക്ക് ആ പ്രവാഹം ഒഴുകി വന്നു. മുഹമ്മദ് ഹിറാ ഗുഹയിൽ ഇരുന്നപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ ഞാനിന്ന് പോയിട്ടിരിക്കുന്നു, ഞാൻ കാട്ടാറിലെ വെള്ളം കുടിച്ചും കനികൾ ഭക്ഷിച്ചും ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാൻ പട്ടിണി നിന്ന് മരിച്ചു പോകും, വേറൊന്നും സംഭവിക്കില്ല, ഒരു ബോധോദയം ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സും ഈ പ്രകൃതിയുടെ മനസ്സും ഒന്നായി തീരണം. അതുകൊണ്ടാണ് നാരായണ ഗുരുവിന്റെ ഗുരുവാരാണെന്ന് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ചാൽ ആർക്കും കിട്ടൂല, കാരണം നാരായണ ഗുരുവിന് ഗുരുവില്ല.
മുഹമ്മദിന് ഗുരുവില്ല, യേശുവിന് ഗുരുവില്ല, മോസസിന് ഗുരുവില്ല. ഗുരുവില്ലായ്മയാണ് അവരുടെ ഗുരുത്വം. അതാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ ബോധോദയം ഉണ്ടാകുന്നത്. നമ്മളൊരുപാട് പുസ്തകങ്ങളുടെ ഭാണ്ഡങ്ങളും പേറിയാണ് നടക്കുന്നത്, ഒരുപാട് ഭാരങ്ങളും പേറിയാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബോധോദയം അകന്നകന്നു പോകുന്നു, നമുക്ക് വെളിപാടുണ്ടാകുന്നില്ല. നാം താർക്കികരായിത്തീരുന്നു, നാം മതജീവികളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നാം അൺലേൺ ചെയ്യാൻ പഠിക്കണം. നാം നമ്മുടെ കുട്ടിത്വത്തിൽ നിന്ന് വിട്ടുമാറണം. നമ്മളിപ്പോഴും ആ വാശിയുള്ള കുട്ടികളാണ്. വാശി പിടിച്ച് അതാണ് ശരി, അത് മാത്രമാണ് ശരി, അവനാണ് തെറ്റുകാരൻ എന്ന് പറയുന്ന ആ കുട്ടിത്തത്തിൻ്റെ ദുർവാശിയിലാണ് ജീവിക്കുന്നത്. ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് ഉയർന്ന ഒരു വിവേകത്തിലെത്താൻ കഴിയുന്നില്ല. ഈ ഖുർആനൊക്കെ പറയുമ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് പറയേണ്ടത് ഫലമ്മ ബലുഗ അശുദ്ധഹു എന്ന് പറയും. അവർക്ക് പക്വതയെത്തിയപ്പോൾ, അറിവില്ലായ്മ പൂർണ്ണമായപ്പോൾ, ഒരു ഭാരവും ഇല്ലാതായപ്പോൾ, അവർ ഭാരരഹിതരായപ്പോൾ, അപ്പൂപ്പൻ താടിപ്പോലെയായി തീർന്നപ്പോൾ നാം അവർക്ക് ആത്തൈന ഹുക്മൻ വഇൽമ, അവർക്ക് നാം വെളിപാട് നൽകി എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മളെല്ലാവരും, നമ്മൾ എന്നല്ല, ഈ ഇരിക്കുന്ന പറയുന്ന അർത്ഥത്തിലല്ല, ഈ ലോകത്ത് ഉള്ളവരൊക്കെയും ചെറുതിലെ പല വിധത്തിൽ മാരണം ചെയ്യപ്പെട്ടവരാണ്. നമ്മളൊക്കെ ശരിക്കും മാരണത്തിനിരയായവരാണ്. മാരണം എന്ന് പറഞ്ഞാൽ മദ്രസ ഒരു മാരണ കേന്ദ്രമാണ്, അമ്പലം മറ്റൊരു മാരണ കേന്ദ്രമാണ്. പള്ളിയും ക്ഷേത്രങ്ങളും ചർച്ചുകളും പൂജാരിമാരും മൗലവിമാരും ഒക്കെ മാരണക്കാരാണ്. മാരണം ചെയ്ത് കൂടോത്രം ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയത്. കണ്ണ് കെട്ടി കളഞ്ഞിരിക്കുന്നു, കൺകെട്ടിലകപ്പെട്ടിരിക്കുന്നു നമ്മളൊക്കെ. ഈ കൺകെട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് യാഥാർത്ഥ്യം കാണാൻ കഴിയുന്നില്ല, യാഥാർത്ഥ്യം കേൾക്കാൻ കഴിയുന്നില്ല, അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. തർക്കമുണരും. ഇങ്ങനെ കൺകെട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ട നമ്മൾ വിചാരിക്കും മുതുകാട് ചെയ്യുന്നതാണ് കൺകെട്ട് എന്നല്ല. പള്ളിയിലെ മുസ്ലിയാർ ചെയ്യുന്നത് ഏറ്റവും വലിയ കൺകെട്ട് പൂജാരി ചെയ്യുന്നതാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളും മാഷന്മാരും ഒക്കെ ഉണ്ട്, കൺകെട്ടുകയാണ്. ഇങ്ങനെ കൺകെട്ടി മായാജാലത്തിൽ അകപ്പെടുത്തി നമ്മെ ഭ്രമത്തിലാക്കിയിരിക്കുന്നു. നാം ഒക്കെ ഈ വിഭ്രമത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. ഒരുതരം വിഹ്വലത. ആ ഭ്രമാവസ്ഥയിൽ നമുക്ക് മോചനമില്ല. അതുകൊണ്ട് നമുക്ക് വെളിപാട് കിട്ടുന്നില്ല. ഒരു പ്രവാചകനും അങ്ങനെ വെളിപാട് കിട്ടിയിട്ടുമില്ല. അവരൊക്കെയും ഈ അമ്മ പ്രസവിച്ച നാളിലുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് ചെറിയ സ്വാതന്ത്ര്യമല്ല. അത് ഉറക്കെ കരയാനുള്ള സ്വാതന്ത്ര്യമല്ല, കരയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. നമുക്ക് എങ്ങോട്ടും പറക്കാനും എങ്ങോട്ടും ഉയരാനും കഴിയുന്ന സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഓരോ പുസ്തകവും നമ്മുടെ ചിറകിൽ കെട്ടിത്തൂക്കുന്ന കല്ലുകളാണ്. ഓരോ അറിവും നമ്മുടെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന കല്ലുകളാണ്. നമുക്ക് പറന്നുയരാൻ കഴിയാത്ത വിധം ഈ ഭൂമിയിൽ പുഴുക്കളെ പോലെ നരകിക്കാൻ വേണ്ടിയാണ് നമ്മെ ഇവരൊക്കെയും കണ്ണുകെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉയരാൻ കഴിയണമെങ്കിൽ ഈ കല്ലുകൾ ഓരോന്നോരോന്നായി നാം പറിച്ചറിയണം. അതാണ് ഫഖ്ലഇലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നിന്റെ പാദുകങ്ങൾ അഴിച്ചു വെക്കുക, ചെരുപ്പഴിച്ചു വെക്കുക, എന്നിട്ട് ഈ മലമേൽ കയറുക എന്ന് മോസസിനോട് അള്ളാഹു പറഞ്ഞത്. ഈ കല്ലുകൾ ഓരോന്നായി, നമ്മുടെ ചിറകിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള കല്ലുകൾ ഓരോന്നോരോന്നായി പറിച്ചെറിഞ്ഞ് അങ്ങനെ നാം പൂർണ്ണമായും സ്വതന്ത്രരായാൽ നമ്മുടെ ചിറകുകൾ വീശാനും നമുക്ക് നമ്മുടേതായ ആകാശം സ്വന്തപ്പെടുത്താനും കഴിയും. അങ്ങനെ നമുക്ക് പറന്നു വരാൻ സാധിക്കും. ഇത് എപ്പോഴും നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആലോചിക്കേണ്ടുന്ന ഒരടിസ്ഥാനമാണ്. അടിമയായി ജീവിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കൊരു മതത്തിൻ്റെ, ഒരു സംഘടനയുടെ, ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു സമുദായത്തിൻ്റെ അടിമയായി ജീവിക്കാൻ നിങ്ങൾക്ക് എത്ര ഭാരം വേണമെങ്കിലും വഹിക്കാം. ഈ ഭാരമൊക്കെയും അലങ്കാരങ്ങളാണ് എന്നവർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ഈ പട്ടിയുടെ കഴുത്തിൽ ബെൽറ്റ് ഇടും, എന്നിട്ട് പട്ടിയെ നാം ശീലിപ്പിക്കുന്നത് ഇത് നിന്റെ ആഭരണമാണെന്നാണ്. കാലിൽ കുരുക്കിയ ചങ്ങല പാദസരമാണെന്ന് ധരിക്കുന്നത് പോലെയാണത്. അങ്ങനെ നമ്മെ ഇത് പാദസരമാണെന്ന്, ഇത് വലിയ ആഭരണമാണെന്ന് ഇവർ ധരിപ്പിച്ചിരിക്കുന്നു. ആ ആഭരണങ്ങളും തൂക്കി വലിയ അഹങ്കാരത്തോടെ നമ്മൾ നടക്കും. പക്ഷേ ഇത് ചങ്ങലയാണെന്ന്, ഇത് നമ്മുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശിക്ഷയാണെന്ന് തിരിച്ചറിയുന്നവർക്കറിയാം. അപ്പോൾ എപ്പോഴും നാം ഈ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിക്കണം. അപ്പോഴാണ് നാം ആദമായി തീരുന്നത്, ബനു ആദമായി തീരുന്നത്. അപ്പോഴാണ് നാം മുഹമ്മദിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പോഴാണ് പ്രപഞ്ചനാഥനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒരു സംഘടനയുടെ ഭാരത്തിലിരുന്നു കൊണ്ട്, ഒരു മതത്തിൻ്റെ ഭാരത്തിലിരുന്നു കൊണ്ട്
ഏതെങ്കിലും ഒരു പ്രത്യേകമായ സെക്ടറിൻ്റെ ഭാരത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്കൊരിക്കലും അവനിലേക്ക് പറന്നു വരാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. ആ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവുക എന്നുള്ളതാണ് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗം. അതുമാത്രമാണ് മാർഗം. അപ്പോൾ വെളിപാടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെളിപാട് ഇപ്പോഴും ഉണ്ട് എന്നാണ്. അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ്. നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് കോശങ്ങളിലേക്ക് സന്ദേശം പോകുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര മനസ്സിൽ നിന്ന് എപ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും നിരന്തരമായ സന്ദേശങ്ങൾ ഒഴുകി വരുന്നുണ്ട്. ആ വരുന്ന സന്ദേശം സ്വീകരിക്കാനുള്ള സ്വീകരണിയായി നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സാധിക്കുന്നത്. അവിടെയാണ് ഖുർആൻ അവതരിക്കുക, അവിടെയാണ് മുഹമ്മദ് അവതരിക്കുക, അവിടെയാണ് ബുദ്ധനുണ്ടാവുക, അവിടെയാണ് നാം നമ്മെ തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം.